മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകൻ റൂബൻ അമോറിമിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെന്റ് സാക്ക് ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സാക്കിങ്ങിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ എൻസോ മറിസ്ക ചെൽസി കോച്ചിന്റെ സാക്കിങ്ങിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ റൂബൻ അമോറിം പുള്ളി ഏകദേശം 2024 നവംബർ മാസത്തിലാണ് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ചായിട്ട് സ്ഥാനം എടുക്കുന്നത്. അതായത് കോച്ചും ഒരു മാനേജറും തമ്മിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ ആ ടീമിന്റെ മാനേജർ ആണെന്നാണ്, പക്ഷെ ടീം അറിയുന്നത് ഒരു ഹെഡ് കോച്ച് ആണെന്നുള്ളതാണ്. അത് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു കോച്ചിന് ആ നിലവിലുള്ള ടീമിലെ പ്ലേയേഴ്സ് വെച്ച് ആ പ്ലേയേഴ്സിനെ കൊണ്ട് ടാക്ടിക്കലായിട്ട് പരിശീലിപ്പിക്കുക, കളിയിൽ പോവുക, വിൻ ചെയ്യുക, അത്ര മാത്രമുള്ള ആ ടീമിൽ ആ ഒരു സിസ്റ്റത്തിൽ ഇമ്പാക്ട് ഉണ്ടാവുള്ളൂ. ബട്ട് ഒരു മാനേജർ ആകുമ്പോൾ ആ ഒരു മൊത്തത്തിൽ ഇപ്പോ സൈനിങ് നടത്തുന്നതിലും അതുപോലെ തന്നെ പ്ലേയേഴ്സിനെ ഒഴിവാക്കുന്നതിലും പിന്നെ അക്കാദമി കാര്യങ്ങളിലും ഫുൾ ആയിട്ടുള്ള ഒരു കൺട്രോൾ മാനേജറിനുണ്ടാവും. ഇതാണ് മാനേജറും അതുപോലെ തന്നെ ഹെഡ് കോച്ചും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു വരുന്നത് പുള്ളിക്കാരൻ അവിടുത്തെ മാനേജർ ആണെന്നാണ്, ബട്ട് ഒഫീഷ്യലി പുള്ളിക്കാരൻ അവിടുത്തെ ഹെഡ് കോച്ചാണ്. ഇനി പുള്ളിക്കാരന്റെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ ഏകദേശം 32% വിൻ റേഷ്യോ വരുന്നത്. അതായത് ഏകദേശം 49 കളികളിൽ നിന്ന് വെറും 15 കളി മാത്രം സമനില, 15 കളി മാത്രം ചെയ്യാൻ 13 കളി സമനില, 19 കളി തോൽവി എന്നൊരു രീതിയിലാണ് ഏകദേശം വരുന്നത്. പുള്ളിക്കാരന്റെ സ്റ്റാറ്റ്സ് വെച്ച് നോക്കിയെങ്കിൽ പുള്ളിക്കാരൻ ഫ്ലോപ്പ് എന്നൊരു കാര്യത്തിൽ സംശയം വേണ്ട. ഇനിയിപ്പോ ഈ സീസണിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടു ബി ഹോണസ്റ്റ് നല്ല പെർഫോമൻസ് ഉണ്ട്. ടീം 6ാം സ്ഥാനത്താണ് നിലവിൽ പ്രീമിയർ ലീഗിൽ. അതും ഏകദേശം 20 കളിയിൽ 31 പോയിന്റ്, അത് 2-3 പോയിന്റ് ഡിഫറൻസ് ഉള്ളൂ ടോപ്പ് 4ലേക്ക് ആ ടീമിന്. ബട്ട് നമ്മൾ ഈ ഒരു കേവലം നമ്മൾ കാണുന്നത് അർത്ഥം അതിന്റെ ബാക്ക് സൈഡിൽ നടക്കുന്ന മാനേജ്മെന്റ് അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ സിസ്റ്റം എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം എന്താ വെച്ചാൽ ഒരു യുണൈറ്റഡ് അപ്പുറം ഏത് കോച്ച് വന്നാലും 4 ബാക്സ് കളിക്കുന്ന സിസ്റ്റമാണ് യുണൈറ്റഡിനുള്ളത്. ബട്ട് റൂബൻ അമോറിം ഒരു 3-4-3 ബാക്ക് വെച്ച് കളിക്കുന്ന ഈ വിങ് ബാക്കുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള സിസ്റ്റമാണ് പുള്ളിക്കാരൻ്റെ. അപ്പോ പുള്ളിക്കാരൻ ആ ടീമിലേക്ക് വെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്ലേയേഴ്സിനെ അവിടെ കൊടുക്കണം, അല്ലെങ്കിൽ ആ സിസ്റ്റം വർക്ക് ആവില്ല. അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരന്റെ സിസ്റ്റം വളരെ യൂണീക്കാണ്. ആ യൂണീക്കായ സിസ്റ്റം വെച്ചിട്ടാണ് പുള്ളിക്കാരൻ സ്പോർട്ടിംഗിൽ അവിടുത്തെ ലീഗ് കിരീടമൊക്കെ നേടിയിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ ഒരു എന്താ പറയാ, സാധാരണ യുണൈറ്റഡിന്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു സംഭവം യുണൈറ്റഡ് പരീക്ഷിക്കാത്ത ഡേറ്റാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കോച്ചിനെ, ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലേ സ്റ്റൈലുള്ള കോച്ചിനെ യുണൈറ്റഡ് അവിടെ എത്തിക്കുമ്പോൾ അതനുസരിച്ചുള്ള പ്ലേയേഴ്സിനെ കൊടുക്കണം. അത് പറയുമ്പോ ഇതിനു മുമ്പ് ഉണ്ടാക്കിയ കോച്ചുകൾ ടെൻഹാഗ് ആയിരുന്നു. അപ്പൊ ടെൻഹാഗ് അവിടെ ആകെ ഒരു കുളം തോണ്ടി ആ ഒരു ടീമിനെ നശിപ്പിച്ചിട്ടാണ് ആള് പോയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ ഒരു മാനേജ്മെന്റ് ആയാലും അവർക്ക് ഫണ്ട് എടുക്കുന്നതിൽ ലിമിറ്റ് ഉണ്ടാവും. ബട്ട് വേറെ എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഫണ്ട് ഇറക്കുന്നുണ്ട്. അവര് ഒരു പുതുതായിട്ട് സ്പോർട്ടിംഗ് ഡയറക്ടറെ കൊണ്ടു, അദ്ദേഹത്തിന് സാക്ക് ചെയ്തു. അപ്പൊ കൊണ്ടുവരാൻ ഒരു ഫീസ്, ഇനി സാക്ക് ചെയ്യുമ്പോൾ വേറെ ഫീസ്. അതുപോലെ തന്നെ ടെൻഹാഗിന് ഏകദേശം സാക്ക് ചെയ്തപ്പോ നല്ല ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല പ്ലേയേഴ്സും ഇപ്പോ സാൻജോന്റെ കാര്യം എടുത്താൽ സാൻജോ ഫ്ലോപ്പാണ്. അവിടുന്ന് അന്ന് നമുക്ക് ഡോർമുണ്ടിന്റെ സംഭവം എടുത്തൊക്കെ ഡോർമുണ്ട് മെയിൻ ആയിട്ട് 3 പ്ലേയേഴ്സ് അല്ലേ, സാൻജോ, ഹാലൻഡ്, പിന്നെ ബെല്ലിംഗാം. അതില് ബെല്ലിംഗാമിനെ റയൽ കൊണ്ടായി, അവിടെ ക്ലിക്കായി. ഹാലൻഡ് സിറ്റി കൊണ്ടായി, അത് ക്ലിക്കായി. ബട്ട് സാൻജോ ഫ്ലോപ്പായി. അപ്പോ ഇങ്ങനെ ഒരുപാട് രീതിയിലും ബിഹൈൻഡ് ദ സീൻ നോക്കാമെങ്കിൽ പല രീതിയിലും ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരനും അതുപോലെ തന്നെ ഇത് ബാക്ക് സൈഡിൽ നടക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. അതായത് യുണൈറ്റഡ് അപ്പുറം 4 ബാക്സ് കളിക്കുന്ന ടീമാണ്. അപ്പൊ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ എല്ലാ കോച്ചും അതനുസരിച്ചുള്ള പ്രിപ്പറേഷനുകളായിരിക്കും ഇതുവരെ എല്ലാ കോച്ചുമാരുടെ ടീമിനെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഒരു കോച്ച് വരുമ്പോൾ എന്തായാലും ഒരു പ്രശ്നം എന്തായാലും പ്ലേയേഴ്സിന്റെ ഭാഗത്ത് തീർച്ചയായും ഉണ്ടാവും. അതുപോലെ തന്നെ ഡിഫൻസില് കാര്യത്തിലുള്ള ഇഞ്ചറീസ് ആ ടീമിൽ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോ ഇതൊക്കെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോച്ച് റൂബൻ അമോറിമിനെ സാക്ക് ചെയ്തതിൽ പറയാനുള്ള കാര്യം. അതുപോലെ തന്നെ ചെൽസിയുടെ കോച്ച് എൻസോ മറസ്ക, പുള്ളിക്കാരനും പോയി ഏകദേശം 4ാം സ്ഥാനത്താണ് പുള്ളിക്കാരൻ ഇപ്പോൾ നിലവിൽ ലീഗ് ടേബിളിൽ. ചെൽസി അല്ലെങ്കിൽ ലാസ്റ്റ് കളിയിൽ ഇപ്പോൾ പുള്ളിക്കാരൻ ഇല്ലാതെ മാഞ്ചസ്റ്റർ സിറ്റിയോട് അവര് സമനില കരസ്ഥമാക്കി, അതും ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ച്. ബട്ട് പുള്ളിക്കാരനെ ഒഴിവാക്കിയത് എനിക്ക് പേഴ്സണലാക്കി അത്ര യോജിപ്പില്ല. കാരണം പുള്ളി ഒരു അത്യാവശ്യം അടിപൊളി മാനേജറാണ്. കോൺഫറൻസ് ലീഗ് അടിച്ച ഞാൻ വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്നില്ല, ടു ബി ഹോണസ്റ്റ്. കാരണം കോൺഫറൻസ് ലീഗിൽ നിങ്ങൾ ചിലപ്പോൾ ഗൂഗിളൊക്കെ എടുത്ത് നോക്കിയാൽ കോൺഫറൻസ് ലീഗിന്റെ ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് റൗണ്ട് ഓഫ് 16 ഒക്കെ സമയത്ത് പല ടീമുകൾക്കും ഗൂഗിളിൽ ലോഗോ എടുക്കല്ല. അപ്പൊ നിങ്ങൾക്ക് ടീമിന്റെ നിലവാരം മനസ്സിലാക്കാം. അപ്പൊ ഇത്രയും ബില്യൺ വേർത്ത് ഉള്ള ഒരു ടീം, അത്രയും ചെറിയ ടീമുകളോട് കളിച്ച് നേടേണ്ട, ഇപ്പൊ നമ്മള് ചാമ്പ്യൻസ് ലീഗോ യൂറോപ്പ് ലീഗോ കഴിഞ്ഞ് ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ടീംസ് ഓപ്പണിംഗ് സൈഡിൽ വരും. അപ്പോ കോൺഫറൻസ് ലീഗ് അടിച്ചെന്നുള്ളതിനെ വലിയൊരു ചെൽസിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ബട്ട് ക്ലബ് വേൾഡ് കപ്പ് അടിച്ചു, അതില് അവര് ഇപ്പോ വമ്പന്മാരായ PSG അടക്കം പരാജയപ്പെടുത്തി എന്നൊരു കാര്യം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. ഇനി ചെൽസിയുടെ പരിശീലകൻ ആരാകും എന്നുള്ള കാര്യത്തിലും ഒരു നിലവിലെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. ബട്ട് ഏതായാലും ആഴ്സണൽ മുന്നോട്ട് പോകുന്നുണ്ട്. ആഴ്സണൽ നഷ്ടമില്ല, മാഞ്ചസ്റ്റർ സിറ്റി അവര് ആ ഒരു സിസ്റ്റം നല്ല രീതിയിൽ ടീമിന്റെ എന്താ പറയാ മാനേജ്മെന്റ് അതുപോലെ തന്നെ ഫുള്ളായിട്ട് മാനേജ്മെന്റും കോച്ചസും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ബട്ട് ചെൽസിക്കും ഇപ്പോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ഒരു തിരിച്ചടി ആയിരിക്കാണ് ഇനി അവരുടെ. കാരണം ഇനിയിപ്പോ പുതിയ കോച്ച് വരുമ്പോൾ കോച്ചിന്റെ സിസ്റ്റം
വേറെ ആയിരിക്കും, പ്ലേയേഴ്സ് വേറെ ആകും. അപ്പൊ പിന്നെയും മണി ട്രാൻസ്ഫർ വിൻഡോയിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. പിന്നെ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് കൊടുക്കുന്ന അറിയില്ല. ഇനിയിപ്പോ പിരിഞ്ഞു പോകുന്ന കോച്ചുകൾക്ക് അതിന്റേതായിട്ടുള്ള ഫണ്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെയാണ് റൂബൻ അമോറിം അതുപോലെ തന്നെ എൻസോ മറസ്ക കേസിൽ എനിക്ക് ഒരു പെട്ടെന്ന് നിങ്ങളോട് പറയാൻ തോന്നിയ കാര്യങ്ങൾ. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം ഏതായാലും കമന്റ് ചെയ്യാം. അപ്പോൾ ഫുട്ബോൾ കാര്യങ്ങൾ ഇഷ്ടമെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം.